നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനുള്ള ആലോചനയിലാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. 12 നിയമസഭാ മണ്ഡലങ്ങൾ വെച്ചുമാറാനുള്ള ആലോചനയിലാണ് UDF. സീറ്റ് വെച്ചുമാറ്റത്തിന് വിജയസാധ്യത മാത്രം പരിഗണിച്ചാൽ മതിയെന്ന നിലപാടിലാണ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് പിന്നാലെ മത്സരിക്കുന്ന ഓരോ സീറ്റിലും പരമാവധി മുന്നേറ്റം നടത്താനുള്ള ആലോചനയുടെ ഭാഗമാണ് സീറ്റ് വെച്ചുമാറ്റം. നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്ന കണ്ണൂർ മണ്ഡലം ലീഗിന് ലഭിക്കുകയാണെങ്കിൽ വിജയസാധ്യത ഏറെയെന്നാണ് കണക്കുകൂട്ടൽ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ നഗരത്തിൽ ലീഗ് വലിയ മുന്നേറ്റമാണ് നടത്തിയത്. AP അബ്ദുല്ലക്കുട്ടിക്ക് ശേഷം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കണ്ണൂരിൽ നിന്ന് ജയിക്കാനായിട്ടില്ല. പകരം ലീഗ് മത്സരിച്ചിരുന്ന കൂത്തുപറമ്പ് കോൺഗ്രസിന് വിട്ടു നൽകുന്നതാണ് പരിഗണിക്കുന്നത്. നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നാദാപുരത്തും ഏറെ സ്വാധീനം ലീഗിനാണ്. പകരം 2026 ലീഗ് മത്സരിച്ചു ജയിച്ച കുറ്റ്യാടി വിട്ടു നൽകാനുള്ള ആലോചനയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പാറയ്ക്കൽ അബ്ദുല്ലയ്ക്ക് താൽപ്പര്യമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചകളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി മണ്ഡലം വിട്ടു നൽകാനും ലീഗ് തയ്യാറാവും. ജോസ് കെ മാണി UDFിലേക്ക് വരികയാണെങ്കിൽ സംഭവിക്കാവുന്ന നീക്കുപോക്കുകളുടെ ഭാഗമായാവും തിരുവമ്പാടി വിട്ടു നൽകുക. CP മുഹമ്മദിന് ശേഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ കൈവിട്ട പട്ടാമ്പി കിട്ടിയാൽ കൊള്ളാമെന്ന് ലീഗിനുണ്ട്. പകരം പാലക്കാട് ജില്ലയിലെ സംവരണ മണ്ഡലമായ കോങ്ങോട് കോൺഗ്രസിനടക്കം അതിനൊപ്പം കോൺഗ്രസിന് ലീഗിനേക്കാൾ സാധ്യതയുള്ള ഗുരുവായൂർ വിട്ടു നൽകാനും ലീഗ് തയ്യാറാവും. ഗുരുവായൂരിന് പകരമായി കാലങ്ങളായി ഇടതുപക്ഷം ജയിക്കുന്ന മലപ്പുറം ജില്ലയിലെ തവനൂരിലേക്കോ പൊന്നാനിയിലേക്കോ മാറാനും മുസ്ലിം ലീഗ് തയ്യാറാകും. 2021 ലീഗ് ഏറെ പിറകിൽ പോയ പുനലൂരിൽ കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലതെന്ന വികാരവും UDFിലുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.